മേജർ അനൗൺസ്മെന്റ്. നമ്മള് ഈ MRG ഗ്യാങ് ഹൗസ്, ഓക്കെ, ഗ്യാങ് ഹൗസ് നമ്മൾ മൊത്തം ക്യാമറകളും ഇതുപോലെ ഫുൾ, അതായത് എല്ലാ റൂമിലും, ബാത്റൂമിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും 4 റൂമിലും, സെൻട്രൽ, അടുക്കള, വർക്ക് ഏരിയ, പുറത്ത്, അകത്ത്, സിറ്റ് ഔട്ട്, എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാമറ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ബിഗ് ബോസ് കാണാൻ പോയത്. കമാൺ പറ. WRL ഇതൊരു ബിഗ് പ്രൊജക്റ്റ് ആണ്. ഇതൊരു വലിയ പ്രൊജക്റ്റ് ആണ്. അങ്ങനെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഇതൊരു ബിഗ് പ്രൊജക്റ്റ് ആണ്. വലിയ ഇത് പ്ലാനിങ്സ് വേണം, വലിയ ഇത് വേണം, ഇൻവെസ്റ്റ്മെന്റ്സ് വേണം. പിന്നെ സ്പോൺസേഴ്സിനെല്ലാം ഞാൻ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. WRL ചാറ്റ് പറ. ബിഗ് ഹൗസ് സീസൺ 8 അങ്ങനെയല്ല, ബിഗ് ബോസ് കോപ്പി അടിക്കുന്ന പോലെ ആയിരിക്കൂല. ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ പോലെ ഞാൻ കാരണം ഇന്നലെ മമ്മൂന്റെ ഈ സംഭവം, ഈ കരച്ചിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത്. ഇത് മുന്നേ ഞാൻ ചിന്തിക്കുന്നതാണ്, പക്ഷെ മമ്മൂന്റെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അത്രയും ആൾക്കാർ വന്നിട്ട് താഴെ സീരിയല്, സ്ക്രിപ്റ്റ്, ബിഗ് ബോസ് എന്നുള്ള അങ്ങനത്തെ ടൈപ്പിൽ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഈ വീട്ടിൽ ഡെയിലി നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നാടകീയമായിട്ടുള്ള ശരിക്കും ചിന്തിക്കുന്നത്. ഇത് മുന്നേ ഞാൻ ചിന്തിക്കുന്നതാണ്, പക്ഷെ മമ്മൂന്റെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അത്രയും ആൾക്കാർ വന്നിട്ട് താഴെ സീരിയല്, സ്ക്രിപ്റ്റ്, ബിഗ് ബോസ് എന്നുള്ള അങ്ങനത്തെ ടൈപ്പിൽ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഈ വീട്ടിൽ ഡെയിലി നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണാത്ത പലതും ഉണ്ട്. ഇവിടെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവലുണ്ട്. പല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പല ആൾക്കാരും ഇവിടെ പുറത്തുനിന്ന് നമ്മളെ കാണാൻ വരുന്നുണ്ട്. ഡെയിലി എത്ര ആൾക്കാർ ഇവിടെ വരലെന്നുണ്ടായോ? അത് മൊത്തത്തിൽ അടിപൊളിയായിരിക്കും. ഭയങ്കര എന്റർടൈനിങ് സംഭവമായിരിക്കും അത്. ഓക്കെ, അടുക്കളയിലുണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇതിന്റെ ഉഴപ്പം നടക്കൂല. മോനെ പുറത്ത് പോവാം. അല്ല, പുറത്ത് എനിക്ക് അറിയില്ല. ഇതിന്റെ മൊത്തം ഒരു പ്ലാൻ ആക്കണം. ഇതിന്റെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? 24/7 ലൈവ് ചെയ്യണോ, അതോ ഒരു ദിവസം ഇത്ര സമയം ലൈവ് ചെയ്യണോ, അതോ 24/7 റെക്കോർഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല പാർട്സ് മാത്രം കട്ട് ചെയ്ത് ഒരു എപ്പിസോഡ് പോലെ ഇറക്കണം? അതൊന്നും എനിക്ക് പ്ലാൻ ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ആകാൻ സാധ്യതയുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. ഓക്കെ, കുറെ ആൾക്കാരോട് സംസാരിക്കാനുണ്ട്, കുറെ മീറ്റിംഗ്സ് ഇരിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റിൽ സ്പോൺസേഴ്സ്, അങ്ങനത്തെ പ്രൈസ് മണി കൊടുക്കുന്ന സ്പോൺസേഴ്സ്, പിന്നെ ഈ മൊത്തം മറ്റേ സംഭവമില്ല. എടാ, മുട്ടയും കട്ടയും ആണ് നിങ്ങളിവിടെ സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറയുമ്പോ ചെറിയ ഉള്ളിയും കയ്യിൽ വെച്ചിട്ട് നീ ഇവിടെ പുട്ടുണ്ടാക്കിയത് അവിടെ പോയിരുന്നു. ഓവർ എപ്പോൾ ഞാൻ ക്ഷമിക്കൂല. ഇത് സീരിയസ് ആണ്. എപ്പോൾ ഞാൻ ക്ഷമിക്കൂല. അങ്ങോട്ട് പോകും. ഓക്കെ, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. കുക്കിന്റെ പണിയെടുക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 24/7 ലൈവ്. ഓക്കെ, 24/7 ലൈവിന്റെ കാര്യം അത് എനിക്ക് ഉറപ്പില്ല. അത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാം. പക്ഷെ 24/7 ലൈവ് ചെയ്യുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ ബിഗ് ബോസ് ശരിക്കും 24/7 ലൈവ് തന്നെയാണോ ചെയ്യുന്നത്? ഈ 24/7 ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ച് യൂസേ ചെയ്യാൻ പറ്റും. ഇത് കുറെ എല്ലാ ദിവസവും 24/7 ചെയ്യുന്നതിന് ആൾക്കാർക്ക് മടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് പോലെ, ബിഗ് ബോസിൽ 100 ദിവസമാണല്ലോ, അതേപോലെ ഒരു ദിവസം വെക്കുക. അതായത് ഇത്ര ദിവസം 24/7 അങ്ങനെ നടക്കും. അല്ലാണ്ട് നമ്മൾ 24/7 ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. അങ്ങോട്ട് വർഷങ്ങളിൽ തന്നെ ചെയ്യേണ്ടി വരും. ആൾക്കാർക്ക് ബോറടിക്കും. അങ്ങനെ അത് ഇതാക്കണ്ട. ഞാൻ പറയുന്ന ഒരു സീസൺ പോലെ വെക്കാം, അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് 24/7 ചെയ്യാം. ഓക്കെ, എന്താ പറയുക? സജഷൻസ് ഉണ്ടെങ്കിൽ പറ ചാറ്റ്. ഇത് പിന്നെ ടൈറ്റിൽ സ്പോൺസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് മീറ്റിംഗ്സ് എല്ലാം ഇരിക്കാനുണ്ട്. അത് സംഭവം എന്താ വെച്ചാൽ എന്താ അറിയോ? അതായത് ഈട ഈ ബിഗ് ബോസ് പോലെ ഈട ഇങ്ങനെ എന്താ പറയുക, സോഫന്റെ ഈട ടിവിന്റെ മുകളിൽ ഈടെല്ലാം ഇങ്ങനെ ഓരോ സ്റ്റിക്കർ വരും. മനസ്സിലാവും? ഇവിടെ ഇങ്ങനെ ഓരോ കമ്പനീന്റെ പരസ്യം സ്റ്റിക്കറെല്ലാം വരും. സ്കീ ഐസ്ക്രീം, ആറ്റംബർഗ്, അതെല്ലാം കഴിഞ്ഞ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്നില്ലേ? ഈ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ കുറേ എല്ലാ സ്ഥലത്തും സോഫന്റെ ആടാം, മതിലിന്റെ ആട് ഇടെല്ലാം ഓരോ പരസ്യം ഉണ്ടാവും. മനസ്സിലാവും? അവരാണ് ഈ ബിഗ് ബോസിന്റെ പ്രൈസ് മണിയും എത്ര 1 കോടി അങ്ങനെ എന്തോ ഇല്ലേ പ്രൈസ് മണി, അതും പിന്നെ ഇതിന്റെ മൊത്തം സ്പോൺസർഷിപ്പ് അതെല്ലാം അവരാണ് നോക്കുന്നത്. മനസ്സിലായി? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. കുറച്ച് സ്പോൺസേഴ്സിനെ സെറ്റാക്കി മൊത്തം ഒരു പ്ലാൻ ആക്കി ഒരു ഡയറക്ടർ മൊത്തത്തിലൊരു എന്താ പറയുക ഓർഗനൈസ് ചെയ്യാണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും, പക്ഷെ ഞാൻ ഇത് ചെയ്യും. ഓക്കെ, എന്തായാലും എഡിറ്റ് ചെയ്ത എപ്പിസോഡാക്കി 50 days ചെയ്യുന്ന
അങ്ങനെ ചെയ്യണോ? 50 ഡേ ചെയ്താലോ? പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മാത്രം മതിയോ? അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. എന്നാണ് അത് ഞങ്ങൾക്ക് ഓഡിയൻസിനോട് ചോദിക്കാനുള്ള, എന്നോട് ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് അത് ചെയ്യാനാണ് പറഞ്ഞത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ പറയണം. അതായത് നമ്മൾ ഈ 7 പേര് 8 പേര് മാത്രം ഇവിടെ മതിയോ, അതോ പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കണം? കാര്യങ്ങൾ കുറച്ചുകൂടി സ്പൈസ് അപ്പ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കണം എന്നുള്ള ഒരു സംഭവം കൂടി. അതായത് ബിഗ് ബോസിൽ ഇങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി എല്ലാം വരുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആൾക്കാരെ എക്സ്ട്രാ ആഡായി വരുമല്ലോ. അതേപോലത്തെ അങ്ങനത്തെ പരിപാടി എടുക്കണമെന്നാണ് ചോദ്യം. ചാറ്റ് പറ അതെന്താ ചെയ്യേണ്ടത്? അതായത് ഫോർ എക്സാമ്പിൾ ആരാ ഒരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരാളെ പറ. ബിഗ് ബോസ് പോലെ തന്നെ ആക്കാം. ആര്? ഈഗിൾ, സീക്രട്ട് ഏജന്റ്, ആസിഫ്, അലിൻജോസ് പെരേര. അലിൻജോസ് പെരേര വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നു. അതെങ്ങനെയുണ്ട്? അതായത് ഞാൻ പറഞ്ഞ അതായത് ബിഗ് ബോസ് ഇപ്പം ഈ നമ്മളെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് തുടങ്ങിയിട്ടാകുമ്പോൾ അതിൽ കയറണം നമ്മൾ ആഗ്രഹിച്ച കുറച്ച് ആൾക്കാരുണ്ടാവില്ല. അതായത് അതിലേക്ക് കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ലേ? അല്ല, അവരാഗ്രഹത്തിനല്ല. അതായത് നമ്മൾ ചില കമന്റ്സിലെല്ലാം കൂടുതൽ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ബിഗ് ബോസിൽ ഇയാള് വരണമായിരുന്നു, അങ്ങനെ ഒരു സംഭവമില്ലേ? പെരേര വൈൽഡ് കാർഡ്. അതാ ഞാൻ പറയുന്നത്. അതായത് അധികം ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞിട്ട് അവന് ബിഗ് ബോസിൽ ഉണ്ടായാൽ കൊള്ളായിരുന്നു, ഇവൻ ബിഗ് ബോസിൽ ഉണ്ടായാൽ കൊള്ളായിരുന്നു എന്ന് ഉള്ള സംഭവം കേൾക്കുന്നില്ലേ? അങ്ങനെയുള്ള ആൾക്കാരാ നമുക്ക് വൈൽഡ് കാർഡ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, എങ്ങനെയുണ്ട് അവിടെ മുത്ത്? ഇത് സീൻ പരിപാടി ആയിരിക്കും മോനെ. ഇത് ബിഗ് ബോസിന്റെ റേഞ്ചിന്റെ മുകളിലേക്ക് കൊണ്ടുപോകണം എന്റെ ആഗ്രഹം. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മോനെ ഇത് നമുക്ക് പ്രോപ്പർ പരിപാടി ആക്കണം മോനെ. കാര്യം പറയാലോ. അതെങ്ങനെ? നല്ല കോമഡി. മൂന്ന് ഹാ വെച്ചിട്ട് 3 പേര് നല്ല കോമഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 പേരെ രാവിലെ ഇവിടെ ഒരു ഷെമീറും ഇല്ലെന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ മുനുവിന്റെ ആ ഒരു അടിപൊളി കോമഡിക്ക് ഒരു 3 ഹാ വെച്ചിട്ട്, അതിൽ കൂടുതൽ കൊടുക്കരുത്, അതിൽ കുറവ് ആവരുത്. 3 ഹാ വെച്ച് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത മുനുവിന്റെ ഒരു W കോമഡി അടിപൊളി തന്നെ മോനെ. മോനെ സാധനം ഞാൻ ഒരു കാര്യം പറയാം, സായിപ്പിനെ ഒന്നും ഒരിക്കലും ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലേക്ക് എടുക്കൂല. ഓന്റെ ബായി തുറന്ന് അങ്ങനെ എന്തായാലും ഓന്റെ ബായി കാരണം ഓൻ ഒരിക്കലും ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ എടുക്കൂല. അപ്പൊ നമുക്ക് എടുക്കാം. ഞാൻ കാര്യം സായിപ്പിനോട് ഞാൻ പറഞ്ഞ സായിപ്പ് എന്തായാലും വരും മോനെ, എന്തായാലും വരും.